ശബരിമല കേസുമായി ബന്ധപ്പെട്ട് വിവിധ ഇടങ്ങളിൽ ഇഡിയുടെ റെയ്ഡ് പുരോഗമിക്കുകയാണ്. ഈ അന്വേഷണം ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് എത്തി നിൽക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബാധിക്കും, കോൺഗ്രസ് പാർട്ടിയും ബാധിക്കും. കാരണം ഇരുവരും ഭരണം മാറി വരുമ്പോൾ കോൺഗ്രസ്സുകാരാവും, പിന്നീട് CPM-കാരാവും. അപ്പോൾ ഒരു കോൺഗ്രസിന്റെ വഴിക്കും ഒരു അന്വേഷണം പോകുമോ? തീർച്ചയായിട്ടും അത് ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞു. 20 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഭരണസമിതിയുടെ ട്രാൻസാക്ഷൻ, അവർ വിറ്റിട്ടുള്ള മുതലുകൾ, അവരുടെ ഇടപാടുകൾ, അവരുടെ പേപ്പറുകൾ എല്ലാം പരിശോധിക്കണമെന്ന് ബഹുമാനപ്പെട്ട 2 ജഡ്ജിമാരും ഓർഡർ കൊടുത്തിട്ടുണ്ട് SITക്ക്. പക്ഷേ എത്രത്തോളം അത് വിജയിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ഗവൺമെൻറ് മാത്രമല്ല, ഇപ്പോൾ ഇരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് മാത്രമല്ല, മുൻപിരുന്ന UDF ഗവൺമെൻറ്റും ശബരിമലയിൽ നിന്ന് സ്വർണ്ണങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്, സ്വർണ്ണക്കൊള്ള നടത്തിയിട്ടുണ്ട്. അതിനുള്ള തെളിവുകൾ ഒരുപാട് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ബാക്ക് 20 വർഷ അന്വേഷണവും കൂടി ഇതിൽ വരണമെന്ന് ബഹുമാനപ്പെട്ടത് കോടതി സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് 2 പേരും ഭഗവാന്റെ സ്വത്ത്, കലിയുഗ വരദൻ്റെ സ്വത്ത് അടിച്ചു മാറ്റുന്നതിൽ 2 പേരും തുല്യ പങ്കാളിയാണ്. ഈ കൊടിമരം വളഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞത് എപ്പോഴാണ്? UDF ഗവൺമെൻറ് ഭരണകാലത്ത് ദേവസ്വം മന്ത്രി ഇരുന്നപ്പോഴും, നമ്മുടെ പ്രയാർ പ്രസിഡൻ്റായിരുന്നപ്പോഴും, അജയ് തെറയിൽ മെമ്പറായിരുന്നപ്പോഴുമാണ്. അത് വളഞ്ഞ കൊടിമരമാണ്, അയ്യപ്പന് ദോഷം സംഭവിക്കും, അതിനെ നേരെ ആക്കണം എന്ന് പറഞ്ഞ് നല്ല 1-ാം തരം കൊടിമരമായിരുന്നു അതിനെ മാറ്റിയത്. എന്താ അതിൻ്റെ പിന്നിലുള്ളത്? ആ ഇട്ടിക്കുന്ന 18 പറയും, കൊടിമരത്തിൻ്റെ മുകളിലിരുന്ന വാജി വാഹനം, കുതിര, അയ്യപ്പൻ്റെ വാഹനമായ കുതിരയും ആ ചെറിയ ആലിലകളും എല്ലാം തങ്കവും സ്വർണവുമായിരുന്നു. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. പുനരുദ്ധാരണത്തിൻ്റെ പേരിൽ പുതിയ കൊടിമരം നിർത്തുമ്പോൾ ഇത് അവർക്ക് അടിച്ചു മാറ്റാം. അന്നും ഇതേപോലെ ഈശ്വരവിശ്വാസമില്ലാത്ത പോലത്തെ ഒരു വിശ്വാസമില്ലായ്മ അവർ കാണിച്ചത് കൊണ്ടാണ് വളഞ്ഞ കൊടിമരമെന്ന് പറഞ്ഞ് പുനരുദ്ധാരണത്തിന് അത് പൊളിക്കുവാൻ കാരണം. അത് ചില അന്നത്തെ ആചാര്യന്മാരും അതിനെ എതിർത്തിരുന്നു. ദേവസ്വം ബോർഡിനെ തന്ത്രി കുടുംബങ്ങളും എതിർത്തിരുന്നു. അത്തരത്തിൽ വേണ്ട, അത് വളരെ ഭാരിച്ച ചിലവാണ്, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് ചെയ്യണ്ട. പക്ഷെ അവർ വഹിക്കുവാൻ തയ്യാറായില്ല. അപ്പോൾ ആ കൊടിമരത്തിൻ്റെ പറകൾ എവിടെ പോയി? അതും അന്വേഷണ പരിധിയിൽ വരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമായി. അതിൻ്റെ നിജസ്ഥിതിയും വരണമെങ്കിൽ ഈ SIT അന്വേഷണം കൊണ്ട് മാത്രം സാധിക്കുകയില്ല. കേന്ദ്ര ഏജൻസിയായ CBIയോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോ തന്നെ അന്വേഷിക്കണം. അത് അന്നത്തെ ആരൊക്കെയാണോ, ഇന്ന് പ്രയാർ ജീവിച്ചിരിപ്പിട്ടില്ല, ചിലപ്പോൾ അദ്ദേഹം ശുദ്ധനായിരിക്കാം, അന്നുള്ള ആൾക്കാരുണ്ട്, അന്നത്തെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരെയെല്ലാം ഈ ED അന്വേഷണം, എനിക്ക് തോന്നുന്നു ഈ ഇപ്പോൾ വന്ന വരവനുസരിച്ച് ഈ ഒരു 7 ദിവസത്തെ 7 സ്ഥലങ്ങളിലെ റൈഡ് നടക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തുള്ള കിളിമാനൂരുള്ള വീട്ടിൽ റൈഡുണ്ട്, ദേവസ്വം ബോർഡ് ഓഫീസിൽ നടക്കുന്നു, വാസുവിൻ്റെ അവിടെ റൈഡ് നടക്കുന്നു, അത് മുരാരി ബാബുവിൻ്റെ അവിടെ റൈഡുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റൈഡ് കഴിഞ്ഞാൽ മുൻ ഭരണസമിതി മുമ്പ് ഇരുന്ന 2 ടൈമിന് മുമ്പേ ഇരുന്ന അവരുടെ വീടുകളിലും പരിശോധന കാണും, അതിൻ്റെ ഫയലുകളും എല്ലാം സൂക്ഷ്മമായി പരിശോധിക്കും. അതുകൊണ്ട് ഈ മുതൽ ശ്രീധർമ്മശാസ്താവിൻ്റെ മുതൽ കട്ടവർ ആരായാലും, കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ UDFോ LDFോ കൽത്തുറുങ്കിലേക്ക് അടയ്ക്കണമെന്നാണ് പൊതുവെ ഹിന്ദു ജനത ആഗ്രഹിക്കുന്നത്. ഈ ED വന്നതെന്താണ്? ഇന്നലത്തെ ഹിന്ദു സംഘടനകളുടെ ശക്തമായ സമരത്തെ തുടർന്നാണ്. ഇതിന്നും വലിയ സമരം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഈ സമരം കണ്ടു, ഇത് ഭക്തജനങ്ങൾ ഏറ്റെടുക്കും. ഒരു യുവതി പ്രവേശന സമയത്ത് നടന്ന പോലത്തെ ഹിന്ദു വിശ്വാസികൾ അവരുടെ ആചാരമൂർത്തിയെയും അവിടെ ആചാരലംഘനം നടത്തിയതുപോലെ ഒരു സമരം വരുമെന്ന് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. സംസ്ഥാനത്തിൻ്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചീഫ് എന്നുള്ള നിലയിൽ രാജീവ് ചന്ദ്രശേഖർജിയുടെ റെക്കമെൻഡ് ഹോമിൽ ഗുണം ചെയ്തു. ഇവിടുത്തെ ഹിന്ദു പ്രസ്ഥാനങ്ങളുടെ വിശ്വ ഹിന്ദു പരിഷത്ത്, ക്ഷേത്ര സംരക്ഷണ സമിതി, ഹിന്ദു ഐക്യവേദി, അയ്യപ്പ സമാജം, എല്ലാവരുടെയും ആ അയ്യപ്പ കർമ്മസമിതി, ഇവരുടെ എല്ലാം ശക്തമായ സമരം ഇനി ഉണ്ടാകും എന്ന് മനസ്സിലാക്കി ആണ് ആ പെറ്റിഷൻ കൂടി പോയതനുസരിച്ച് EDയുടെ അന്വേഷണം വരുവാനായിട്ടുള്ളത്. ഈ ED അന്വേഷണത്തിൽ EDക്ക് ബോധ്യമുണ്ട്, EDയുടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അറിയാം ഇതിൻ്റെ അംശങ്ങൾ അവിടെയുണ്ട്. ഇപ്പം
SIT ഉദ്യോഗസ്ഥർ വീണ്ടും ശബരിമലയിൽ പോയിക്കുന്നു ഈ പാളികളുടെ എന്തെങ്കിലും അവശിഷ്ടം ഉണ്ടെങ്കിൽ എടുക്കുവാൻ. ISRA കൊടുത്ത രാസപരിശോധനയിലുള്ള പാളിയും ഇതും തമ്മിൽ ടാലി ചെയ്യിപ്പിക്കാൻ. അപ്പോൾ ഇതെല്ലാം സുതാര്യമായ അന്വേഷണത്തിൽ പോകുന്നതിൽ ഭക്തജനങ്ങൾ തൃപ്തരാണ്. അപ്പോൾ ഇത് കട്ടതാരെ ഇപ്പം ഇത്രയും സ്വർണം 46 കിലോ സ്വർണമെന്ന് ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. 2-2.5 കിലോ സ്വർണം മാത്രമേ കണ്ടെടുത്തിട്ടുള്ളൂ. ബാക്കി സ്വർണം ഇതുവരെയും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല. അത് സ്മാർട്ട് ക്രിയേഷൻസിലുണ്ടോ അതോ കർണാടകത്തിൻ്റെ മുതലാളിയുടെ വീട്ടിലുണ്ടോ ഈ പറഞ്ഞ പോലെ തന്ത്രിയുടെ വീട്ടിലുണ്ടോ? ഇവരെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം. ഭക്തജനങ്ങൾ തലക്കിഴിഞ്ഞുകൊണ്ട് ഉരുളിയിലിടുന്നത് അഡ്ജസ്റ്റ്മെൻറ്റാണ്. ദേവസ്വം ബോർഡ് പറഞ്ഞെന്ന് വാജി വാഹനം തന്ത്രിയുടെ വീട്ടിൽ കൊണ്ടുപോയാൽ മതിയെന്ന്. തന്ത്രി അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്ത് ഭഗവാന് ഉയിര് കൊടുത്ത് പ്രതിഷ്ഠ നടത്തിയ കുടുംബ പ്രതിനിധിയായിട്ട് പൂജകൾക്ക് വേണ്ടിയാണ്. അതെങ്ങനെയാണോ വരുന്ന മേൽശാന്തിമാർക്ക് അറിഞ്ഞുകൂടാത്ത ക്രിയകൾ പറഞ്ഞു കൊടുക്കാനാണ്. മാറി മാറി വരുന്ന മേൽശാന്തിമാർക്ക് മൂലമന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്ത് പടിപൂജകൾ ചെയ്ത് ബാക്കി ക്രിയകൾ ചെയ്യുവാൻ ഇരുത്തിരിക്കുന്ന ആളിന് ദേവസ്വം ബോർഡുകാർ വാജി വാഹനം വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ദ്വാരപാലക പീഠം ഉണ്ടല്ലോ. ഇതെല്ലാം ഇതിനൊക്കെ ഇവർക്ക് ധൈര്യത്തിൽ ഇവർ കൊണ്ടുപോയത് രാഷ്ട്രീയക്കാരുടെ അതാത് കാലങ്ങളിലെ ഭരണകക്ഷത്തുള്ള ആൾക്കാരുടെ. ഭഗവാൻ ഹിന്ദുക്കളുടെ അവസ്ഥ വളരെ ഇതായിപ്പോയല്ലോ എന്നാണ് ആലോചിക്കുന്നത്. ഇവരാണ് ഉത്തരേന്ത്യയിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയെ വിമർശിക്കുന്നത്. ഇത്തരം കോമാളിത്തരം ഇവിടെ കാണിക്കുന്നവർ. എന്താ അവർ പറയുന്നത്? എന്തുമാത്രം പൈസകളാണ് അവിടെ വരുന്നത്, എണ്ണുന്നത് കണക്കുണ്ടോ? അതിൽ ഏതോ ഒരു പഴയകാല സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ട്, ധനലക്ഷ്മി ബാങ്കിൽ കൊണ്ടുപോണ പല ചാക്കുകളും വേറെ ചില വഴിക്കാണ് പോകുന്നത്. ഇത് ശാസ്താവിൻ്റെ ആ ഒരു ശക്തിയിൽ, കലിയുഗവരതനായ അയ്യപ്പൻ്റെ ശക്തിയിൽ ഇപ്പോൾ അറിയുവാൻ കഴിഞ്ഞത് ഭാഗ്യം. അല്ല എങ്കിൽ ഈ 5 ലക്ഷം കോടിയുള്ള ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിലവറയും ഈ അമ്പലക്കള്ളന്മാരും ടിപ്പു സുൽത്താൻമാരായി ഇരിക്കുന്ന ഇവർ വീരപ്പനെ പോലുള്ള കാട്ടുകള്ളന്മാർ തുറക്കും. അതിനകത്തൊരു സംശയമില്ല. ഭൂതം കാക്കണ നിധി പോലെ ഇവിടുത്തെ രാജകുടുംബാംഗങ്ങൾ ഭരണം നടത്തി അവസാനമായി ചിത്തിരനാൾ വരെ രാജ്യത്തിന് എന്തെങ്കിലും ദേശത്തിന് എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ആ ഡച്ച് സ്വർണവും ബ്രിട്ടൻ സ്വർണവും കോയിൻസുകളും രത്നങ്ങളും എടുത്ത് രാജ്യത്തിൻ്റെ പഞ്ഞം മാറ്റാൻ ഇരിക്കുന്നത് ഈ ജനകീയ പുങ്കവന്മാർ അടിച്ചുകൊണ്ട് പോകും രാഷ്ട്രീയക്കാർ. അത് വരരുതെന്ന് കലിയുഗവരതനായ ശാസ്താവിനറിയാം. അടുത്ത ലക്ഷ്യം ഇവരുടേത് പത്മനാഭസ്വാമി ക്ഷേത്രം. ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിലവറയിൽ ഉള്ള കാര്യം എന്താണ് എന്ന് ആ കോടതിയിൽ നിന്ന് അനുവാദം വാങ്ങിച്ച മരിച്ചുപോയ ഒരു പോറ്റി പടിഞ്ഞാറനടയിൽ താമസിക്കുന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ സാധനങ്ങൾ അവിടെ ഉണ്ട് എന്ന്. അപ്പോൾ അതിലേക്ക് വരും അടുത്ത്. അത് പഴയ MLA പറഞ്ഞിട്ടില്ലേ, അത് അതിനകത്തിരുന്നിട്ട് എന്ത് കാര്യം എടുത്തിട്ട് 100 ബസ്സോ ക്ഷേത്രത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് കാശില്ലല്ലോ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സ്വർണവും തങ്കവും വൈഡൂര്യങ്ങൾ എടുക്കാൻ വേണ്ടി പഴയ MLA പ്രസംഗിച്ച് നടന്നു. പല മുസ്ലിം ലീഗ് MLA മലപ്പുറത്ത് പ്രസംഗിച്ചു എന്തിനാണ് ഈ നിധി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഇവരുടെ പള്ളികളിലുള്ള നിധികൾ എടുക്കാൻ അവർ പറയുന്നത്? അതവർ പറയുന്നില്ല. അല്ല, അത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് അങ്ങനെ ഒരു നിലപാടുണ്ടല്ലോ. നവോത്ഥാനം ഹിന്ദുക്കളിൽ നടപ്പിലാക്കാം. അതെ, മറിച്ച് പണ്ട് നവോത്ഥാന മതിൽ കണ്ടിട്ടുണ്ട്, വനിതാ മതിൽ. അവിടെ ഇപ്പോൾ തന്നെ ശ്രീമതി ടീച്ചർ തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അന്ന് പൊതുജനത്തിന് താല്പര്യമില്ലാത്ത വസ്ത്രങ്ങളിട്ട സ്ത്രീകൾ അതിൽ പങ്കെടുത്തു എന്ന് ഇപ്പോൾ ശ്രീമതി ടീച്ചർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അല്ല, അവർ ആധ്യാത്മികതയിലേക്ക് ഇറങ്ങി. ശ്രീമതി ടീച്ചർ ക്ഷേത്രത്തിൻ്റെ കുളത്തിൽ പോയി മുങ്ങി കശവും കൊണ്ട് നേരെ കൊടുത്ത് ബോഡി കാണിക്കുവാൻ, സ്ത്രീകൾ പ്രദർശിപ്പിക്കുവാൻ, പോറ്റിമാർക്ക് കാണുവാനും പോകുന്നു എന്ന് അവർ പ്രസംഗിച്ചില്ലേ ആ സ്ത്രീ പ്രവേശനം നടന്ന സമയത്ത്? ഇന്ന് അവരുടെ അവസ്ഥ എന്താ? അവരിന്ന് ആധ്യാത്മികതയിലേക്ക് ഞാൻ അന്ന് പറയേണ്ടതല്ലായിരുന്നു എന്ന് പറയാതെ പറയുകയില്ലേ അവർ? ശ്രീധർമ്മ ശാസ്താവിന് കല്യാണം ആലോചിച്ചാണ് സ്വരാജ് MLA. അയ്യപ്പനും മാളികപ്പുറവും കല്യാണം നടത്തിയതിന് തെളിവുണ്ട്. ചുവപ്പ് റിബൺ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കല്യാണം നടത്തി. അവിടെ മറ്റേ കലിയുഗ വരദൻ ബ്രഹ്മചാരിയല്ല,
കലിയുഗ വരതിന് ശക്തിയൊന്നും ഇല്ലെന്നല്ല, ശക്തിയുണ്ട്. ശ്രീധർമ്മ ഒരു പ്രപഞ്ച ശക്തിയായിട്ട് അവിടെ ഉണ്ട്. പറഞ്ഞ എല്ലാ നേതാക്കളും ഇന്ന് അനുഭവിക്കുന്നു. സുധാകരൻ സഖാവ് അവിടെ തന്ത്രിയും പോറ്റിയും തോർത്തുകൾ ഇങ്ങനെ കെട്ടി സാധനങ്ങൾ കാണിച്ചൊക്കെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഹാസ്യരൂപത്തിൽ തന്ത്രിമാരെ ആക്ഷേപിച്ചില്ലേ? ഇന്ന് സുധാകരൻ സഖാവിൻ്റെ അവസ്ഥ എന്താ? വീട്ടിൽ കിടപ്പല്ലേ? ഇങ്ങനെ എത്ര പേര്, എത്ര എണ്ണി പറയേണ്ട പല സഖാക്കളും ഇന്ന് അമ്പലത്തെ ദുഷിച്ചവരും അമ്പലം മോട്ടിച്ചവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് തുല്യത, കോൺഗ്രസിനും ഇതിൽ പങ്കുണ്ടെന്ന് പറയാൻ കാര്യം കോൺഗ്രസിൻ്റെ ഒരു KPCC മെമ്പറുണ്ട്. അരൂർ ക്ഷേത്രം, അവിടുത്തെ കൊടിമരം ഇതുപോലെ കൊടിമര കേസ് ഡിവൈഡാണ്. കോൺഗ്രസ്സുകാർക്ക് കൊടിമരവും കട്ടളയും വാതിലും കമ്മ്യൂണിസ്റ്റുകാർക്കാണ്. ഇവർ രണ്ടുപേരും അധികാരത്തിൽ വരുമ്പം അവിടുത്തെ ഉഗ്രമൂർത്തി ക്ഷേത്രം, അരൂർ ക്ഷേത്രത്തിൽ അവിടെ അഴിമതി, അവിടുത്തെ ജനങ്ങൾ സമരത്തിലാണ്. KPCCയുടെ ഒരു മെമ്പർ അവിടെ കൊടിമരം നിർമ്മിക്കാമെന്ന് പറഞ്ഞ് സ്വർണം അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതിനും അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് കൊടുത്തതാരാ? ഈ കമ്മ്യൂണിസ്റ്റ് ദേവസ്വം ബോർഡ് ഭരണങ്ങൾ വന്നപ്പോഴാണ്. അവരൊക്കെയാണെന്ന് അഖില ഭാരതീയ സത്രങ്ങൾ നടത്തി നടക്കുന്നു. സത്രം എന്ന് പറഞ്ഞ് നടത്തി കാശുണ്ടാക്കി ജീവിക്കുകയാണ്. ഭഗവാനെ വച്ച് വിറ്റ് ജീവിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ക്ഷേത്ര സ്വത്തിൻ്റെ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും തുല്യതയാണ്. ഇതെന്ന് കേരളത്തിലെ ജനതയ്ക്ക് മനസ്സിലായതുകൊണ്ടാണ് തിരുവനന്തപുരം പോലുള്ള കോർപ്പറേഷനിൽ അവർ വാടുമെന്ന് പറഞ്ഞ താമര വിടർന്നത്. ഇത് പത്മനാഭസ്വാമിക്കും അറിയാം. അതുകൊണ്ടാണ് പത്മനാഭസ്വാമിയുടെ നടയിൽ മേയർ വന്നത്. പത്മനാഭസ്വാമിയുടെയൊക്കെ ആ ഒരു ശക്തിയാണ്. എല്ലാവരും പറയും അന്ധവിശ്വാസമാണ്, അനാചാരമാണെന്ന് പറയും. പക്ഷേ ഒരു ശക്തി ഇവിടെ ഉണ്ട്. അത് നമ്മൾ പത്മനാഭനായിട്ടും ശ്രീകണ്ഠേശ്വര മഹാദേവനായിട്ടും ആറ്റുകൽ അമ്മയായിട്ടും കരിക്കകത്തമ്മയായിട്ടും ശബരിമല ശ്രീധർമ്മശാസ്താവായിട്ടും പാളയം ഗണപതിയായിട്ടും നമ്മൾ തൊഴുന്നു. ഇതെല്ലാ ശക്തിയും ഒന്നാണ്. ഈ കാലമാടന്മാരെ കുടുംബം കുളം തോണ്ടും, അതിന് യാതൊരു സംശയവുമില്ല.